കുറിശി വിഷൻ എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ചൊവ്വാദോഷത്തെക്കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ അങ്ങനൊരു ദോഷം ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. കാരണം ഒരു സ്ത്രീ ജാതകത്തിലോ പുരുഷ ജാതകത്തിലോ 7ാം ഭാവം അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ഭാവത്തിലോ അഷ്ടമത്തിലോ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ ചൊവ്വാദോഷം ഉണ്ടെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ചൊവ്വ ആ ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. കാരണം ചൊവ്വയുടെ കാരകത്വങ്ങളെന്ന് പറഞ്ഞാൽ വഴക്കിൻ്റെ ആളാണ്, അപകടത്തിൻ്റെ ആളാണ്, പെട്ടെന്നുള്ള പ്രതികരണം, ഇങ്ങനെയൊക്കെയുള്ള ചൊവ്വ വിവാഹത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നത് എന്തായാലും ദോഷമാണ്. കാരണം ഒരു പാവഗ്രഹം ആയതുകൊണ്ട്. അതേസമയം ഇപ്പോൾ സൂര്യൻ നിന്നു കഴിഞ്ഞാലും ദോഷമാണ്. സൂര്യനെ സംബന്ധിച്ച് ജ്യോതിഷത്തിൽ പറയുന്നത് പറഞ്ഞാൽ ചൊവ്വയുടെ അതേ ഫലങ്ങൾ തന്നെ സൂര്യനെ കൊണ്ട് പറയണമെന്നാണ്. ഇനി ശനി നിന്നാലും ഒരു പാപഗ്രഹമാണ്, അതിനെക്കൊണ്ടും ദോഷം തന്നെ പറയേണ്ടതുണ്ട്. പക്ഷേ ഈ സൂര്യൻ നിൽക്കുമ്പോഴും ശനി നിൽക്കുമ്പോഴും സൂര്യദോഷം അല്ലെങ്കിൽ ശനിദോഷം എന്നൊന്നും ആരും പറയാറില്ല. പിന്നെ എന്താണ് ഈ ചൊവ്വാദോഷത്തിന് മാത്രം ഇത്രയും ദോഷമായിട്ട് കണക്ക് കൂട്ടുന്നത്? ഇപ്പം 7ാം ഭാവത്തിൽ ഒരു പെൺകുട്ടിയുടെ ജാതകത്തിൽ 7ാം ഭാവത്തിൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ദേഷ്യവും പെട്ടെന്നുള്ള പ്രതികരണം, അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ഇതെല്ലാം പറയാം. ഒരു പുരുഷ ജാതകത്തിലും 7ാം ഭാവത്തിൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ ഇതേ ഫലമാണ്. പെട്ടെന്ന് വഴക്കുണ്ടാക്കും, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും തമ്മിൽ യോജിപ്പിക്കുമ്പോൾ വിവാഹ പൊരുത്തത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം 7ൽ ചൊവ്വയുണ്ടെങ്കിൽ 7ൽ ചൊവ്വയുള്ള പാർട്ട്ണറെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാവും. ചെറിയ നിസ്സാര കാര്യത്തിനൊക്കെ വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ ഒത്തൊരുമിച്ച് പോകാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ആയിരിക്കും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 7ാം ഭാവത്തിൽ പെൺകുട്ടിക്ക് ചൊവ്വയുണ്ടെങ്കിൽ പുരുഷ ജാതകത്തിലൊരു മൃദുത്വമുള്ള ഗ്രഹം, അതായത് ബുധനുണ്ട്, ശുക്രനുണ്ട്, വ്യാഴമുണ്ട്, ഇങ്ങനെ ശുഭനായ ഒരു ഗ്രഹത്തെ നമ്മൾ 7ാം ഭാവത്തിൽ കൊണ്ടുവരിക. അപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും അടുത്ത ആളിന് ക്ഷമിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇനി മറ്റൊരു ഏറ്റവും വൃത്തികെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ പെൺകുട്ടിയുടെ ജാതകത്തിൽ 7ൽ ചൊവ്വ നിന്നാൽ, വിവാഹത്തിൻ്റെ ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ഭർത്താവ് മരണപ്പെടുമെന്നാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഒരു തെറ്റായ കാര്യമാണ്. കാരണം ഭർത്താവിൻ്റെ ജാതകത്തിൽ ആ ആയുസ്സിന് ദോഷമുണ്ടെങ്കിൽ മാത്രമേ ഭർത്താവ് മരണപ്പെടുകയുള്ളൂ, ഇല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കും. കാരണം അങ്ങനെയാണ്. നമ്മുടെ മനസ്സിലാക്കാനുള്ള കാര്യം, ഒരാളുടെ കാര്യം മാത്രമേ ഗ്രഹനില പറയുകയുള്ളൂ. ഒരു ഗ്രഹനില ആ വ്യക്തിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എങ്കിൽ നിങ്ങളൊക്കെ ചോദിക്കും, ചിലപ്പോൾ 9ാം ഭാവം, 5ാം ഭാവം, 9ാം ഭാവം വെച്ച് പിതാവിനെ ചിന്തിക്കുന്നു. പിതാവിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ പിതാവിൻ്റെ ആയുസ്സോ അല്ലെങ്കിൽ രോഗകാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ പിതാവിൻ്റെ ജാതകം തന്നെ നോക്കണം. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു തെറ്റായ കാര്യമാണ്. ഈ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു ദോഷം ഇല്ലയെന്ന് തന്നെ പറയാം. അതല്ലെങ്കിൽ ചൊവ്വാദോഷം ഉള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ 7ൽ ചൊവ്വ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ചൊവ്വയെ അല്ല തിരഞ്ഞെടുക്കാനുള്ള പുരുഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൃദുവായ ഒരു ഗ്രഹം നിൽക്കുന്ന ഗ്രഹനില എടുക്കണം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.